ഇന്നലെ നമ്മളെ ഞെട്ടിച്ചതാണ്. അമ്മയെയും മകനെയും വെട്ടിക്കൊലപ്പെടുത്തുന്ന വാർത്ത ഇന്നലെ നമ്മുടെ മുൻപിൽ വന്നപ്പോൾ വളരെ ഞെട്ടിപ്പോയിരുന്നു നമ്മൾ. ഏതായാലും ഈ പ്രതിയായ ചെന്താമരയ്ക്കായുള്ള അന്വേഷണം ഊർജിതം. പോത്തുണ്ടിയിലെ വനമേഖലകളും മലകളും കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. കൊല്ലപ്പെട്ട ലക്ഷ്മിയുടെ ദേഹത്ത് 12 മാരകമായ മുറിവുകളും സുധാകരന്റെ ശരീരത്തിൽ ആഴത്തിലുള്ള മുറിവുകളും എന്നാണ് ഇൻക്വസ്റ്റ് റിപ്പോർട്ട് ഇപ്പോൾ നമ്മുടെ മുൻപിലുള്ളത്. സച്ചിൻ ചേരുകയാണ് വാർത്തയുടെ വിവരങ്ങളുമായി ഇപ്പോൾ പാലക്കാട് നിന്ന്. നോക്കാം ഈ തെരച്ചിൽ നടപടികൾ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെന്ന്. സച്ചിൻ ഗുഡ് മോർണിംഗ്. മനു ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് പറഞ്ഞു തുടങ്ങേണ്ട വാർത്തയല്ല, ശീലത്തിൽ അങ്ങ് പറഞ്ഞു പോയത്. എന്നാലും കുഴപ്പമില്ല. ഇന്നിപ്പോൾ ഈ പ്രതിക്ക് വേണ്ടിയിട്ട് ഊർജിതമായ തെരച്ചിൽ നടത്തുന്നു. പ്രത്യേകിച്ചും ഈ വനമേഖലയാണല്ലോ പോത്തുണ്ടിയൊക്കെ എന്ന് പറയുന്നത്. വലിയ ബുദ്ധിമുട്ടാണ്. അവിടെയൊക്കെ കയറി ഒരാൾ മൊബൈൽ ഫോൺ പോലും ഇല്ലാതെ കയറി ഒളിച്ചിരിക്കാനൊക്കെ ശ്രമിച്ചാൽ കണ്ടെത്തുക എന്നത് വലിയ ബുദ്ധിമുട്ടാണ്. പക്ഷേ എങ്കിൽ പോലും പോലീസ് വിവിധ തരത്തിൽ ഡ്രോണുകളടക്കം ഉപയോഗിച്ചുകൊണ്ട് തെരച്ചിൽ നടത്തുന്നുവെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അന്വേഷണം എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? മനു, പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ശക്തമായ തിരച്ചിൽ തന്നെയാണ് നടത്താൻ വേണ്ടി പോകുന്നത്. കാരണം ഇന്നലെ രാത്രിയിലടക്കം നാട്ടുകാരെ അടക്കം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ വനമേഖലകളും മലനിരകളും ഒക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് തിരച്ചിൽ നടത്തിയിട്ടുള്ളത്. ഈ നെല്ലിയാമ്പതി വനവും അതേപോലെ തന്നെ മലനിരകൾക്കും താഴ്വാരമാണ് ഈ പോത്തുണ്ടി പ്രദേശം വരുന്നത്. അതിനാൽ തന്നെ കഴിഞ്ഞ 2019 സജിതയെ കൊലപ്പെടുത്തിയ ശേഷം ചെന്താമര ഒളിവിൽ കഴിഞ്ഞത് ഈ മലനിരകളിലെ പൊത്തുകളിലും അതേപോലെ തന്നെ മലനിരകളുടെ ഉള്ളിലുമാണ്. അതിനാൽ തന്നെ ആ മേഖലയിൽ തന്നെ ചെന്താമര ഇത്തവണയും ഒളിച്ചിരിക്കാനുള്ള സാധ്യതയാണ് പോലീസ് കണക്കിലെടുത്ത് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുന്നത്. കാരണം തമിഴ്നാട് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം ഇന്ന് പുലർച്ചയോടുകൂടെ ഏകദേശം പൂർത്തീകരിച്ചിട്ടുണ്ട്. ചെന്താമര ജാമ്യത്തിൽ ഇറങ്ങിയ ശേഷം തമിഴ്നാട്ടിലും സമീപ പ്രദേശങ്ങളിലും ബന്ധുക്കളുടെ അടക്കം വീടുകളിൽ താമസിച്ച് അവിടെയൊക്കെ ചെറിയ രീതിയിൽ തൊഴിൽ നോക്കിയിരുന്നു. ആ സമയത്ത് അവിടെ എത്താനുള്ള ഈ കൊലപാതക ശേഷം തമിഴ്നാട്ടിലേക്ക് കടക്കാനുള്ള ഒരു സാധ്യത കൂടെ കണക്കിലെടുത്തുകൊണ്ടാണ് ചെന്താമരൻ്റെ സഹോദരൻ രാധാകൃഷ്ണനെ കസ്റ്റഡിയിലെടുത്തുകൊണ്ട് പോലീസ് ഈ തമിഴ്നാട് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം നടത്തിയത്. അതിനുശേഷം ഇന്ന് പുലർച്ചയോടുകൂടെ പോലീസ് സംഘം തിരിച്ചെത്തിയിട്ടുണ്ട്. ഇന്ന് രാവിലെ 100ഓളം പോലീസുകാരുടെ നേതൃത്വത്തിലാണ് വനമേഖലയും അതേപോലെ തന്നെ മലനിരകളൊക്കെ കേന്ദ്രീകരിച്ചുള്ള തിരച്ചിൽ വ്യാപകമായി നടക്കുക. അതിന് പോലീസിൻ്റെ കൂടെ നാട്ടുകാരുടെ ഒരു സഹായവും ഉണ്ടാവും. കാരണം നാട്ടുകാരുടെ സഹകരണത്തോടുകൂടെ കാട് വഴികളൊക്കെ അറിയുന്ന നാട്ടുകാരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വ്യാപകമായ തിരച്ചിൽ തന്നെ നടത്താനാണ് പോലീസ് ഉദ്ദേശിക്കുന്നത്. അത് ഡ്രോണിൻ്റെ അടക്കം ഇന്നലെ അടക്കം ഡ്രോണുകൾ ഉപയോഗിച്ച് പരിശോധന നടത്തിയിരുന്നു. എന്നാൽ ചെന്താമരയെ കണ്ടെത്താൻ വേണ്ടി സാധിച്ചില്ല. രാത്രിയിൽ പോലീസ് ക്യാമ്പ് ചെയ്തായിരുന്നു. സമീപ പ്രദേശങ്ങളിലൊക്കെ പോലീസ് ക്യാമ്പ് ചെയ്ത് ചെന്താമരയെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു. എന്നാൽ ചെന്താമരയെ കണ്ടെത്താൻ വേണ്ടി സാധിച്ചിട്ടില്ല. അതിനാൽ തന്നെ അന്വേഷണം ഊർജിതമായി ചെന്താമരക്കായുള്ള അന്വേഷണം ഊർജിതമായി തന്നെ തുടരുകയാണ് പോലീസ്. ഇന്ന് തന്നെ പിടിക്കാൻ പറ്റും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് പോലീസ് ഉള്ളത്. ആലത്തൂർ DYSPയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം തെരച്ചിലടക്കം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ജില്ലാ പോലീസ് മേധാവിയുടെ നിരീക്ഷണവുമുണ്ട്. ഇത്തരത്തിൽ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് കൃത്യമായ ഒരു ഊർജിതമായ പ്രവർത്തനം തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ ചെന്താമര കൊലപ്പെടുത്തിയ സുധാകരൻ്റെയും അമ്മ ലക്ഷ്മിയുടെയും സംസ്കാരവും പോസ്റ്റ്മോർട്ടവും ഇന്ന് നടക്കും. പോസ്റ്റ്മോർട്ടം നടപടികൾ ജില്ലാ ആശുപത്രിയിലാണ് ഇപ്പോൾ മൃതദേഹം സൂക്ഷിച്ചിട്ടുള്ളത്. രാവിലെ 9 മണിയോടുകൂടെ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കും. അതിനുശേഷം ഇരു മൃതദേഹങ്ങളും ബന്ധുക്കൾക്ക് വിട്ടു നൽകും. ഉച്ചയ്ക്ക് ശേഷമായിരിക്കും സംസ്കാരം നടക്കുക എന്ന ഒരു പ്രാഥമിക വിവരമാണ് ലഭിച്ചിട്ടുള്ളത്. ഇൻക്വസ്റ്റ് റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ പ്രധാനമായും പറയുന്നത് 12ഓളം മുറിവുകളാണ് ലക്ഷ്മിയുടെ ശരീരത്തിൽ ഉണ്ടായിരുന്നത്. അതേപോലെ തന്നെ ആഴത്തിലുള്ള 6ഓളം മുറിവുകൾ സുധാകരൻ്റെ ശരീരത്തിലും ഉണ്ടായിരുന്നു എന്ന കാര്യമാണ് ഇപ്പോൾ ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ വന്നപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. അതിൽ പ്രധാനപ്പെട്ട കാര്യം ഉദ്യോഗസ്ഥർ തന്നെ വ്യക്തമാക്കുന്നത് കൊലപ്പെടുത്താൻ തന്നെയായിരുന്നു പ്രതിയുടെ ലക്ഷ്യം എന്ന കാര്യവും അന്വേഷണ സംഘം വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനാൽ തന്നെ ഇതൊരു തികച്ച ആസൂത്രണത്തോടു കൂടിയുള്ള ഒരു കൊലപാതകമാണ് എന്ന് തന്നെ അന്വേഷണ സംഘവും ഉറപ്പിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, ഈ സുധാകരനെ സംബന്ധിച്ചിടത്തോളം സുധാകരൻ ഒരു പ്രത്യേക പ്രാകൃതമുള്ള ഒരു വ്യക്തിയാണ്. കാരണം നാട്ടുകാരോടൊന്നും വലിയ സൗഹൃദമോ അങ്ങനെയുള്ള ഒരു വ്യക്തിത്വമൊന്നുമല്ല. കാലാകാലങ്ങളായി അവിടെ ഉണ്ടായിരുന്നപ്പോൾ പോലും വലിയ രീതിയിൽ സംസാരിക്കുന്ന ഒരു പ്രാകൃതമൊന്നും ചെന്താമരനില്ല. അതിനാൽ തന്നെ ചെന്താമരൻ അകത്ത് അടച്ചിട്ടിരിക്കുന്ന ഒരു സ്വഭാവമാണ് ഉള്ളത് എന്നാണ് നാട്ടുകാരടക്കം പറഞ്ഞിട്ടുള്ളത്. ഈ ജാമ്യത്തിൽ ഇറങ്ങിയ ശേഷവും ഈ കോടതിയുടെ വ്യവസ്ഥകൾ ലംഘിച്ചുകൊണ്ടാണ്
ചെന്താമര ഈ വീട്ടിലേക്ക് എത്തിയത്. രാത്രിയൊക്കെ എത്തിക്കഴിഞ്ഞാൽ വീട്ടിനകത്ത് അടച്ചിട്ട നിലയിലാണ് ഉണ്ടാവാറുള്ളത്. സമീപത്ത് ആളുകൾ എന്തൊക്കെ ചെയ്യുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒരു നിരീക്ഷിക്കുന്ന ഒരു പ്രാകൃത രീതിയാണുള്ളത്. ഈ അന്ധവിശ്വാസവും സംശയരോഗം അടക്കമുള്ള ഒരു പ്രശ്നങ്ങൾ അത്തരത്തിലൊരു അവസ്ഥയായിരിക്കാം അയാൾ ഈ കൊലപാതകത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഏതായാലും വളരെ ക്രൂരമായ ഒരു കൊലപാതകമാണ് നടന്നത്. കൊല നടത്തുക എന്ന ഉദ്ദേശത്തോടെ തന്നെ അത്തരത്തിൽ അവരെ അവിടെ എത്തുകയും വെട്ടിക്കൊലപ്പെടുത്തുകയുമായിരുന്നു. ഏതായാലും അയാളെ എത്രയും വേഗം കണ്ടുപിടിക്കാൻ കഴിയട്ടെ. ഇത്രയും ഒരു ക്രിമിനൽ നമ്മുടെ സമൂഹത്തിന്റെ പുറത്തു നിൽക്കുന്നത് ഏറ്റവും അപകടം പിടിച്ചൊരു സാഹചര്യം തന്നെയാണ്. വളരെ വേഗത്തിൽ അയാളെ പിടിക്കാൻ കഴിയട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. പോലീസ് ആ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഒപ്പം തന്നെ വിവിധ തരത്തിലുള്ള ആക്ഷേപങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരികയും ചെയ്യുന്നുണ്ട് മറുഭാഗത്തുനിന്ന് പോലീസിനെതിരെയും. ഏതായാലും അതിനുള്ള ആക്ഷേപങ്ങൾക്ക് ഇടവരുത്താതെ വളരെ വേഗത്തിൽ അയാളെ പിടിക്കാൻ കഴിയട്ടെ എന്ന് തന്നെ നമുക്ക് ആഗ്രഹിക്കാം.